റാംഷാ, വലിയ പ്രതിഷേധം അവിടെ വീണ്ടും ഉയരുകയാണ്. മിച്ചി മാർക്കുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം, അന്വേഷണം നടക്കുന്ന സമയത്ത് ഈ പ്രിൻസിപ്പളും ഡീനും ചുമതലയിൽ നിന്ന് മാറി നിൽക്കണമെന്ന അടക്കമുള്ള ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രിൻസിപ്പൽ അവിടെ നടപ്പാക്കാൻ പോകുന്ന 10 കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ആ കാര്യങ്ങളില്ല. മിച്ചി മാർക്കു എന്ന വിദ്യാർത്ഥിയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം നടക്കട്ടെ, അതിനോട് സഹകരിക്കുമെന്ന് പറഞ്ഞു. രോഷപ്രകടനം നീങ്ങിയപ്പോൾ സമരം എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ള സമരമാണ്. അവർ പഠിക്കുന്ന ഈ ക്യാമ്പസിൽ അവരുടെ മാനേജ്മെന്റിനെ അവരുടെ KSU നേതാക്കളും സമരവേദിയിലേക്ക് എത്തിയിരിക്കുന്നു. അലോഷ്യസ് സേവ്യർ അവിടെ എത്തിയിരിക്കുന്നു. അവരുടെ അവകാശം നിഷേധിക്കാൻ ഒരു മാനേജ്മെന്റിനും അവകാശമില്ല. വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇവർ ഈ സമരവുമായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ക്രെഡിറ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ കേരളത്തിന്റെ സർക്കാർ ഇടപെടലുകൾ നടത്തിയപ്പോൾ ആ സർക്കാരിന് മുകളിലാണ് ഒരു മാനേജ്മെന്റും കേരളത്തിൽ ചിന്തിക്കേണ്ടതില്ല. വിദ്യാർത്ഥികളുടെ ന്യായമായിട്ടുള്ള അവകാശത്തോടൊപ്പം നിൽക്കുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേരളത്തിലെ ഈ മാനേജ്മെന്റുകളെല്ലാം കേൾക്കണമെന്നതാണ് KSUവിന്റെ വിഷയമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള നടപടിയാവില്ല. ആ പരിപാടി ഒന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഒരു കൂട്ടം ക്യാമ്പസ് ജസ്റ്റിസ് എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ ഓഫീസ് മുറിയിലേക്ക് നീങ്ങുകയാണ്. അതിശക്തമായ സമരമാണ്. ആ സമരത്തിന് KSUവിന്റെ പിന്തുണ ലഭിച്ചിരിക്കുന്നു. റാംഷയുണ്ട് സ്ഥലത്ത്. റാംഷ, സങ്കീർണമാവുകയാണ് കാര്യങ്ങൾ. വിദ്യാർത്ഥികൾ പ്രാഥമികമായി ആവശ്യപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കിയിട്ടില്ല. പോലീസ് അന്വേഷണം ആരും നടക്കട്ടെ, അതിന് പിന്നാലെ കോളേജ് മാനേജ്മെന്റും അന്വേഷിക്കും എന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് നേരത്തെ പ്രിൻസിപ്പൽ നടത്തിയത്. നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്ക് പിന്നീട് പോകുമെന്നുള്ള കാര്യങ്ങളും പറയുന്നു. ഇതിലൊന്നും തന്നെ ഒരു സമയം കൃത്യമായി വ്യക്തമാക്കിയിട്ടുമില്ല. അപ്പോൾ സർക്കാർ നിലപാടിന് വിരുദ്ധമായി ഒരു മാനേജ്മെന്റും പ്രവർത്തിക്കാനാവില്ല എന്നാണ് ഇപ്പോൾ അലോഷ്യസ് സേവ്യർ പറഞ്ഞിരിക്കുന്നത്. അവിടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം എവിടേക്കാണ് നീങ്ങുന്നത് റാംഷാ? വിദ്യാർത്ഥികൾ ഇപ്പോൾ ചേംബറിന് മുമ്പിലേക്ക് വിദ്യാർത്ഥികൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെ ഈ സമരവേദിയിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് ഈ ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് വിദ്യാർത്ഥികൾ ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് കടന്നിരിക്കുന്നു. കോതമംഗലം MA കോളേജിൽ സംഘർഷാവസ്ഥ നിൽക്കുകയാണ്. വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധം ഉയർത്തുന്നു. മാനേജ്മെന്റ് നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ല. 10 കാര്യങ്ങൾ നടപ്പാക്കാമെന്ന ഉറപ്പ് നേരത്തെ പ്രിൻസിപ്പൽ പുറത്തുനിന്ന് പറയുമ്പോൾ അത് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതല്ല. ആ ഉറപ്പുകൾ എന്നുള്ളതാണ്. വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു. ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിദ്യാർത്ഥികൾക്കൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ പ്രിൻസിപ്പലിന്റെ ചേംബറിന് മുന്നിൽ ഹലോ നീതി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ കോളേജിനകത്തേക്ക് കയറിയിരിക്കുന്നു. അവിടെയും വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. മാനേജ്മെന്റ് നിലപാടുകൾ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതല്ല. ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കട്ടെ എന്നതാണ് ആദ്യം പറയുന്നത്. അതിനോട് സഹകരിക്കുമെന്ന് പറഞ്ഞു. പ്രതിഷേധം ഉയർന്നപ്പോൾ ഞങ്ങളും അന്വേഷിക്കുമെന്ന രൂപത്തിൽ പ്രിൻസിപ്പൽ മറുപടി പറയുന്നു. റാംഷാ, ഇപ്പോൾ വിദ്യാർത്ഥികൾ കോളേജിനകത്തേക്ക് ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ഇപ്പോൾ എവിടെയിരുന്നാണ് ഈ കുത്തിയിരുന്നുള്ള പ്രതിഷേധം? ചേംബറിന് മുന്നിലേക്ക് എത്തിയാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ കുത്തിയിരുന്ന ഇവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിൻസിപ്പലിന്റെ റൂമിന് മുന്നിൽ വിദ്യാർത്ഥികൾ എത്തിക്കഴിഞ്ഞു. ഈ ക്യാമ്പസിൽ സമരം നടത്തിയ വിദ്യാർത്ഥികളെല്ലാം
KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ എത്തിയതോടുകൂടി ഈ ഗേറ്റ് തള്ളി തുറന്ന് ക്യാമ്പസിനകത്തേക്ക് കടക്കുകയായിരുന്നു. നേരത്തെ പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളെ കണ്ട് ഈ 10 കാര്യങ്ങൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞെങ്കിലും പക്ഷേ വിദ്യാർത്ഥികൾ അത് പൂർണ്ണമല്ല എന്നതാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പറയുന്നത്. അവർ സമരത്തിന് കൂടുതൽ കരുത്ത് നൽകുകയാണ്. അവർ കൂടുതൽ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോലീസ് പ്രിൻസിപ്പൽ റൂമിന് മുന്നിൽ ബന്ദോബസ്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ ഇവിടെ കുത്തിയിരുന്നു കൊണ്ടാണ് സമരം നടത്തുന്നത്. അവർ ഈ പ്രിൻസിപ്പൽ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. ഇവരുടെ ആവശ്യങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. പ്രിൻസിപ്പൽ ഞങ്ങൾ പറഞ്ഞതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. പ്രിൻസിപ്പൽ ആ ഒരു പേപ്പറിൽ കൊടുത്തിരുന്നത് വായിച്ചിട്ട് എന്നിട്ട് അത് മാറ്റി വായിച്ചിട്ട് നമുക്ക് ഒന്ന് പറയാൻ പോലും സമയം തരാം. അത് ഗേറ്റിന്റെ അപ്പുറത്താണ് നിന്നത്. നമ്മൾ ഇടിച്ചു കയറത്തോലുമില്ല. എന്നിട്ട് പ്രിൻസിപ്പൽ എന്തിനു തിരിഞ്ഞ് നടന്ന് ഓടിപ്പോയത്? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ അതിനകത്ത് അംഗീകരിച്ചത്? ഞങ്ങൾക്ക് കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആയിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞത് കുറച്ച് മാറ്റിയാണ്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കണം, ഇത് തന്നെയാണോ അംഗീകരിച്ചത്? അതുപോലും കേൾക്കാണ്ടാണ് പ്രിൻസിപ്പൽ ഓടിയിരിക്കുന്നത് പിറകിലോട്ട്. പ്രിൻസിപ്പൽ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? കേസ് എല്ലാം അന്വേഷിച്ച് കഴിഞ്ഞിട്ട് മരണത്തിനോടൊരു മാപ്പ് പോലും പറയാൻ പ്രിൻസിപ്പൽ തയ്യാറായില്ല. ആ മരിച്ച വ്യക്തിയെ പറ്റിയോ ഈ സംഭവത്തിനെ പറ്റി ഇതുവരെ അഡ്രസ് ചെയ്തിട്ടില്ല. അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കണെ പറ്റി പറഞ്ഞിട്ടില്ല. പിന്നെ കേസ് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് വരുന്നിട്ട് മാനേജ്മെന്റിനെ മാറ്റാമെന്നാണ് പറയുന്നത്. അതുവരെ ഇത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരാണോ അവർ മാറി നിൽക്കാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അത് ഇതുവരെ അവർ നടത്തിയിട്ടില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. നമ്മളും പ്രിൻസിപ്പളോട് ഈ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രിൻസിപ്പൾ അതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ്. പ്രതികരിക്കാതെ പ്രിൻസിപ്പൾ പോവുകയായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികളും പറയുന്നത്. ഇവരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ പ്രിൻസിപ്പൾ തയ്യാറായിട്ടില്ല. എഴുതിക്കൊണ്ടുവന്ന കാര്യങ്ങൾ അവിടെ വായിച്ചു പോയി എന്നതിനപ്പുറത്തേക്ക് അതിൽ ചില ക്ലാരിഫിക്കേഷനുകൾ ആവശ്യമുണ്ട്. പക്ഷേ ആ ക്ലാരിഫിക്കേഷൻ നൽകാൻ പ്രിൻസിപ്പൾ തയ്യാറായിട്ടില്ല എന്നതാണ് ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ പറയുന്നത്. അവർ സമരവുമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പളിന്റെ ചേംബറിന് മുന്നിൽ അവർ ഇപ്പോൾ കുത്തിയിരുന്ന സമരം നടത്തുകയാണ്. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ 10 ആവശ്യങ്ങളാണ് ഇവർ നേരത്തെ ഈ പ്രിൻസിപ്പളിന് മുന്നിൽ മാനേജ്മെന്റിന് മുന്നിൽ അവതരിപ്പിച്ചത്. പക്ഷേ ആ 10 നമ്പർ ഇട്ട് വായിച്ചു എന്ന് പോയി എന്നതിനപ്പുറം അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ ഇല്ല, ക്ലാരിറ്റി ഇല്ല എന്നതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഈ അക്കൗണ്ടബിലിറ്റി, മരണത്തിന്റെ അക്കൗണ്ടബിലിറ്റി ആരേറ്റെടുക്കും എന്ന ചോദ്യവും ഇവർ ചോദിക്കുന്നു. പക്ഷേ അക്കാര്യങ്ങളിൽ കൃത്യമായൊരു വ്യക്തത വന്നിട്ടില്ല എന്നത് തന്നെയാണ്. നമ്മളും ആവർത്തിച്ച് നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രിൻസിപ്പാളിനോട് ചോദിച്ചതാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുണ്ടോ എന്നത്. പക്ഷേ ആ സമയം ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ ഈ ക്യാമ്പസ് അകത്തേക്ക് കയറി പോവുകയായിരുന്നു. ഇപ്പോൾ അതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ ഈ ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് ക്യാമ്പസിനകത്തേക്ക് കയറി പ്രിൻസിപ്പളിന്റെ ചേംബറിന് മുന്നിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കുത്തിയിരുന്ന് സമാധാനപരമായി അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുന്നത്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ വന്നതിന് ശേഷമാണ് ഈ ഗേറ്റ് തുറന്ന് ഈ വിദ്യാർത്ഥികൾക്ക് അകത്ത് കയറാൻ കഴിഞ്ഞത്. അവർ അകത്ത് കയറിയത്. ഇപ്പോൾ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഈ സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്കരികിലേക്ക് എത്തുകയാണ്. അവർ വിദ്യാർത്ഥികളെ അഡ്രസ് ചെയ്യാൻ വരികയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ KSU സംസ്ഥാന അധ്യക്ഷൻ വിദ്യാർത്ഥികളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തുകയാണ്. നമ്മൾ നേരത്തെ സമരം കണ്ടതാണ്. പക്ഷേ ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും കൊടിയോ ബാനറോ ഇല്ലാതെയാണ് ഈ വിദ്യാർത്ഥികൾ സമരം നടത്തിക്കൊണ്ടിരുന്നത്. KSU, SFIO, MSF, ABVP ഒന്നും ഈ സമരത്തിന്റെ മുന്നിൽ നമ്മൾ കണ്ടിട്ടില്ല. അവരാരും ഒരു സംഘടനയുടെ ബാനറിലല്ല ഈ സമരം നടന്നത്. ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഐക്യത്തോടെ നടത്തുന്ന സമരമാണ് ഇപ്പോൾ KSU പിന്തുണയുമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉത്തരവാദികൾക്കെതിരെ പ്രിൻസിപ്പലും ഡീനും ഈ സമയം അന്വേഷണ ഘട്ടങ്ങളിൽ മാറി നിൽക്കണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന മട്ടിൽ 10 കാര്യങ്ങൾ അവിടെ പ്രിൻസിപ്പൽ വിശദീകരിക്കുമ്പോൾ അത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ അതിശക്തമായ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്.